ഓരോ ദിവസം തുടങ്ങുമ്പോഴും നമ്മളെ ചിന്ത എന്താണ്? ഇന്നെന്താണ് കടി ഉണ്ടാക്കുക? ഇന്നെന്താണ് കറി ഉണ്ടാക്കുക? എന്നൊക്കെ ഉള്ളതാണ് ല്ലേ. എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കും ല്ലേ. പിന്നേന്ന് വെച്ചാൽ എന്താ പറയുക, അത് നമ്മളൊരു സന്തോഷത്തോടു കൂടെ അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വഴിക്ക് അങ്ങനെ നടന്നോളും. എന്തായാലും ഞാൻ ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ചായക്കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിരിയും മുട്ടക്കറിയൊക്കെയാണ്. ഇപ്പം സ്കൂൾ പൂട്ടിയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം സമാധാനത്തിൽ ചെയ്താൽ മതി. പക്ഷേ ആ ഒരു സമാധാനം കൊണ്ട് ഇപ്പോൾ പണികൾ തീരുന്നേ ഇല്ല കേട്ടോ. ആദ്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളുള്ള സമയത്ത് വേഗം എല്ലാവർക്കും പോകാനൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ അടുപ്പിൻ്റെ അടുത്ത പണികൾ അങ്ങോട്ട് കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങും കൂടെയൊക്കെ കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ പണികൾ അങ്ങോട്ട് കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പം എന്താണാവോ അങ്ങനെ അങ്ങോട്ട് പണികളൊന്നും നീങ്ങുന്നില്ല കേട്ടോ. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണ്? ആർക്കും എവിടെയും പോകാനില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടക്കറിക്കുള്ള ആ ഒരു തക്കാളി, ഉള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 വിസിൽ അല്ലെങ്കിൽ ഒരു 3 വിസിലൊക്കെ അടുപ്പിച്ചിട്ട് ഞാൻ ഓഫാക്കും. അത്ര വിസിലിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും നല്ല രീതിയിൽ ഇങ്ങനെ വയന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് പത്തിരിക്കുള്ള പൊടിയൊന്ന് വാട്ടി കുഴച്ചൊക്കെ എടുക്കുന്നുണ്ട്. തിളച്ച ആ ഒരു വെള്ളത്തിൽ പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വാട്ടിയെടുക്കൽ. പിന്നെ അതേ നല്ലൊരു ചൂടോട് കൂടെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പുരട്ടിയിട്ട് അതും കൂടെ ഒന്ന് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുക. പക്ഷേ എങ്ങനെയൊക്കെ കുഴച്ചാലും ഇന്ന് എന്താണാവോ പത്തിരിക്ക് വലിയൊരു സുഖം അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. നല്ല പദം ഉണ്ടായിരുന്നു, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാലും ആ ഒരു പൊള്ളച്ച് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ചില പത്തിരി മാത്രം. അങ്ങനെ ഇതാട്ടോ ഞാൻ പത്തിരി ചുടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. 2 വെച്ച് ചുട്ടൂടെ എന്നൊക്കെ ഇങ്ങനെ കമൻറ്റിൽ കാണലുണ്ട് കേട്ടോ. ഞാൻ 2 വെച്ചിട്ട് തന്നെയാണ് ചുടുക. ഇതിൽ കൊള്ളുന്ന രീതിയിൽ അങ്ങോട്ട് ചുടും. വലിയതാണെന്നുണ്ടെങ്കിൽ ഒന്നേ പറ്റുള്ളൂ, ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 2 വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചുടൽ. അങ്ങനെ എന്തായാലും പത്തിരി ചുടലിൻ്റെ പരിപാടി അങ്ങനെ തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം കറി ഉണ്ടാക്കാൻ. ഞാൻ സാധാരണ കറി ഫസ്റ്റ് ആക്കി വെച്ചിട്ടാണ് കേട്ടോ കടി ഉണ്ടാക്കുക. ഇന്ന് എന്തോ തല തിരിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് കടിയാക്കി വെച്ചു, എന്നിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ മുട്ട വെന്തിട്ട് അത് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇവിടുന്ന് കറി ഒന്ന് റെഡിയാക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയും ചേർക്കുക. പിന്നെ അത് വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിലേക്കുള്ള പൊടികൾ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി, ഒരിത്തിരി കാശ്മീരി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ മുട്ടയും കൂടെ ഒന്ന് ഞാൻ നടു മുറിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെയാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അരച്ചെന്ന് പാർന്നിട്ടുണ്ട്. അത് തിളച്ചാൽ നമ്മളെ കറിയും അങ്ങോട്ട് റെഡിയായി. അപ്പോൾ ഇന്നത്തെ ചായക്ക് കടി റെഡി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.